നമ്മുടെ ഈ സിവിക്കിൻ്റെ ഒരു ബാറ്ററി വാണിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് വീട്ടിൽ ബാറ്ററി വാണിംഗ് ലൈറ്റ് ഇങ്ങനെ കത്തും. പിന്നെ അതേമാതിരി ചെറിയ ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ ആൾട്ടർനേറ്ററിന് വരുന്ന ഒരു കപ്ലറുണ്ട്, ഇതിൻ്റെ കണ്ടീഷൻ കണ്ടില്ലേ, ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് വരുന്നത്. എന്താ വെച്ചാൽ ഈ ലൈനിലാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യണം. അപ്പം പ്രോപ്പറായിട്ട് ചാർജിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. എന്ന് വെച്ചാൽ ഇതിൽ നല്ല രീതിക്ക് വൈബ്രേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇത് മൗണ്ട് ചെയ്തിരിക്കുന്ന ചേഞ്ചിൻ്റെ അവിടെയാണ്. സോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് വളരെ തിന്നായിട്ടുള്ള വയസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മൾ കപ്ലർ വേറെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് കപ്ലറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സ്ലീവും അതേമാതിരി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് സ്ലീവ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സെപ്പറേറ്റ് സ്ലീവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിന് മേലെ ഇതേപോലെ തന്നെ വയറിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലസ്റ്ററിൽ ഇതേപോലെയുള്ള ബാറ്ററി വാണിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ആൾട്ടർനേറ്റർ ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ കപ്ലറും കാര്യങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലും കാര്യത്തിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററിൻ്റെ ഹെൽത്ത്, ടെർമിനൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടെർമിനൽ തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. ഇത് ഭയങ്കര ലൂസാണ്, അതിൻ്റെ ഇടയിൽ എന്തിട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഈ കപ്ലേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം ക്വാളിറ്റിയുള്ള കപ്ലേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. എൻ്റെ മെയിൻ തിങ് ഈസ് നമുക്ക് ഈ എക്സാക്റ്റ് കളർ കോഡുള്ള കപ്ലേഴ്സും കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ അത് വയേഴ്സും കാര്യങ്ങളൊക്കെ ഏതാണെന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കി വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതിൽ വരുന്നത് ബ്ലൂ ലൈനാണ് ഈ സീമെന്ന്. അതേമാതിരി യെല്ലോ ആൻഡ് ബ്ലാക്ക് ഇഗ്നിഷൻ കറണ്ടും, അതേപോലെ ഗ്രീൻ വരുന്നത് ലൈറ്റിൻ്റെയും, അതേമാതിരി റെഡ് വരുന്നത് 12 വോൾട്ടേജ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇൻസുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം 1 by 1 ആയിട്ട് തന്നെ ഇൻസുലേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഹീറ്റ് സീൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ എഞ്ചിൻ റൂമാണ്, അത്യാവശ്യം ഹീറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം വയസ്സും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കുക ഈ സ്ലീവ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ. വയേഴ്സും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയ കപ്ലറിന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ മാക്സിമം കട്ടാവാത്ത രീതിയിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടല്ലേ ഇതേമാതിരി ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്താൽ മതി പഴയ കപ്ലറിന്. അപ്പം വയറിങ് കാര്യങ്ങളൊക്കെ ഇതേമാതിരി പോകും, പിന്നടക്കം വരും. അപ്പോൾ നമുക്ക് പുതിയ കപ്ലർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. കപ്ലറിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ സ്ലീവ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഷോൾഡർ എടുത്തിട്ട് സെറ്റ് ചെയ്യാം. പുതിയ കപ്ലർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ സ്ലീവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാനുള്ള രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടി. ഇല്ല ഇതേപോലെ വേണം.